അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ ഈരാറ്റുപേട്ടയിലെ സഹോദരങ്ങളായ ഷിബിലിയും ഷാദുലിയും കൊണ്ടോട്ടി സ്വദേശി ഷറഫുദ്ദീനും ഉൾപ്പെടെ 38 പേർക്ക് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. മറ്റ് 12 പേർക്ക് ജീവപര്യന്തവും വിധിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരമായി നൽകാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2027 മാർച്ച് 30-നകം നഷ്ടപരിഹാര തുക വിതരണം ചെയ്യണമെന്നും ഉത്തരവിലുണ്ട്. 2022 ഈ കേസിൽ വിചാരണ കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇത്രയും പേരെ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചത് അന്നു തന്നെ വലിയ ഞെട്ടലാണ് രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ ഉണ്ടാക്കിയത്. ഇന്ത്യൻ നിയമ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണിത്. 2008 ജൂലൈ 26 വൈകിട്ടാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഫോടന പരമ്പര ഉണ്ടായത്. വൈകിട്ട് 6:45-നും 7:55-നും ഇടയിൽ 14 ഇടങ്ങളിലായി 21 ബോംബുകൾ പൊട്ടിത്തെറിച്ചു. സൈക്കിളുകളിൽ ഘടിപ്പിച്ച ടിഫിൻ കാരിയറുകളിലാണ് ബോംബുകൾ സ്ഥാപിച്ചിരുന്നത്. അഹമ്മദാബാദ് മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് സർവീസ് ബസ്സുകളിലായിരുന്നു ചില ബോംബുകൾ സ്ഥാപിച്ചത്. 2 ആശുപത്രികളും ലക്ഷ്യമിട്ടിരുന്നു. ആദ്യഘട്ട സ്ഫോടനങ്ങളിൽ ഉൾപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു 2ാം ഘട്ട സ്ഫോടനമുണ്ടായത്. അവിടെയും നിരവധി ജീവനുകൾ പൊലിഞ്ഞു. സ്ഥാപിക്കപ്പെട്ട ചില ബോംബുകൾ പൊട്ടാത്തത് കൊണ്ടായിരുന്നു മരണസംഖ്യ 56-ൽ ഒതുങ്ങിയത്. മലയാളികൾ ഉൾപ്പെടെ 78 പേരായിരുന്നു പ്രതികൾ. 28 പേരെ കോടതി വെറുതെ വിട്ടു. പ്രതികളിൽ 18 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. UP-ക്കാര് 10 പേരും മലയാളികൾ 8 പേരുമുണ്ട്. അതുപോലെ ബാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതികളുമുണ്ട്. സ്ഫോടനത്തിൽ 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനം നടന്ന ഉടൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാധ്യമങ്ങൾക്ക് ഒരു ഇമെയിൽ സന്ദേശം എത്തി. ഇന്ത്യൻ മുജാഹിദീൻ എന്നായിരുന്നു സംഘടനയുടെ പേര്. അങ്ങനെയൊരു പേര് ആദ്യമായാണ് ഇന്ത്യക്കാർ കേട്ടത്. 2002 ഗുജറാത്ത് വംശഹത്യക്കുള്ള പ്രതികാരമായാണത്രേ ഈ സ്ഫോടനങ്ങൾ നടത്തിയത്. ഇമെയിലുകളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഗുജറാത്ത്, മഹാരാഷ്ട്ര, UP, രാജസ്ഥാൻ, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഈ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ ഈ രീതിയിൽ നടന്നിട്ടുള്ള നിരവധി സ്ഫോടന കേസുകൾക്ക് പിന്നിൽ ഹിന്ദുത്വരാണെന്ന ആരോപണം ഇതിനകം ഉയർന്നിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഹിന്ദുത്വരാണെന്ന ആരോപണം നേരിട്ട പ്രധാന കേസുകളിൽ ഒന്നാണ് മലേഗാവ് സ്ഫോടന കേസ്. പിന്നീട് വിവിധ അന്വേഷണ ഏജൻസികൾ തന്നെ അത് ഒതുക്കി തീർക്കുകയായിരുന്നു. അഹമ്മദാബാദ് സ്ഫോടന കേസിൽ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും സംഭവം നടക്കുമ്പോൾ വിവിധ ജയിലുകളിൽ തടവുകാരായിരുന്നു. സിമി നിരോധിക്കും മുമ്പ് ആ സംഘടനയുടെ നേതാക്കളായ പലരെയും ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തു. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരിൽ അവരും ഉൾപ്പെടുന്നു. 2008 മാർച്ച് 27-നാണ് സഹോദരങ്ങളായ ഷിബിലിയും ഷാദുലിയും സുഹൃത്ത് അൻസാറും അറസ്റ്റിലാവുന്നത്. ടാറ്റ എലക്സിയിൽ എഞ്ചിനീയർ ആയിരുന്നു ഷിബിലി. മുംബൈ സബർബൻ ട്രെയിൻ സ്ഫോടനത്തിൽ സിമി ബന്ധം ആരോപിച്ച് പോലീസ് നിരന്തരം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനിടയിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അവരുടെ അറസ്റ്റ് നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് അഹമ്മദാബാദ് സ്ഫോടനം നടക്കുന്നത്. 2001 ശേഷം വിദ്യാസമ്പന്നരായ മുസ്ലിം യുവാക്കളെ തടവറയിലാക്കുന്നതിനുള്ള പ്രോജക്റ്റിന്റെ ഭാഗമായി രാജ്യത്താകമാനം നിരവധി പേരെ പല കേസുകളിലും പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ മിക്കവരും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പ്രൊഫഷണലുകളുമായിരുന്നു. സിമിയുമായി ഓരോ സ്ഫോടനത്തെയും ബന്ധപ്പെടുത്തുകയും ഈ കേസുകളിലേക്ക് പുതിയ പുതിയ പേരുകൾ കൂട്ടിച്ചേർക്കുകയുമായിരുന്നു പോലീസിന്റെ രീതി. അതിന്റെ ഭാഗമായി രാജ്യത്തെ ഓരോ സ്ഫോടനവുമായി തടവിൽ കഴിയുന്നവരെ പോലും ബന്ധപ്പെടുത്തുകയും വലിയൊരു കുറ്റകൃത്യ ശൃംഖലയിലെ കണ്ണികളായി മുസ്ലിം യുവാക്കളെ ചിത്രീകരിക്കുകയും ചെയ്തു. അഹമ്മദാബാദ് സ്ഫോടനത്തിൽ 18ഓളം സംസ്ഥാനങ്ങളിലുള്ളവരെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ബന്ധപ്പെടുത്തിയത്. ആരെയും ഏതു സമയത്തും പ്രതികളാക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിനുവേണ്ടി പോലീസ് ചെയ്യേണ്ടത് ഒരു കുറ്റകൃത്യ ശൃംഖല ഭാവന ചെയ്തെടുക്കുക മാത്രമാണ്. പിന്നീട് അതിലേക്ക് ഓരോ കേസുകളെയും ബന്ധപ്പെടുത്തും. കേസുകൾ കുറ്റകൃത്യ ശൃംഖലയുടെ ഭാഗമായി മാറുന്നതോടെ ആ കേസിൽ പോലീസ് ഉൾപ്പെടുത്തിയവർ മറ്റു കേസുകളിലും പ്രതികളാക്കപ്പെടുകയും ചെയ്യും. ഈ രീതിയിലാണ് പോലീസ് കുറ്റകൃത്യ ശൃംഖല ഉണ്ടാക്കിയെടുത്തത്.
പുതിയ ഭീകരവിരുദ്ധ നിയമങ്ങളും അന്വേഷണ ഏജൻസികളും ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികാരികളെ സഹായിച്ചു. ഇന്ന് ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന നിരവധി പേരെ കുടുക്കാൻ പോലീസ് ഉപയോഗിച്ചത് ഈ രീതിശാസ്ത്രമാണ്. ഭാവനയിൽ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം കുറ്റാരോപണങ്ങൾക്ക് തെളിവുകൾ ഉണ്ടാക്കുക പ്രയാസമാണ്. ഇന്ത്യയിൽ നടന്ന സ്ഫോടന പരമ്പരകളിൽ മിക്കതിലും പോലീസിന് വേണ്ടത്ര തെളിവുകൾ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മാപ്പുസാക്ഷികൾ ആവശ്യമായി വരുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെടുന്നവരിലൂടെ തെളിവുണ്ടാക്കുന്ന രീതിയാണ് ഇത്. പിന്നീട് ഇങ്ങനെയുള്ള മാപ്പുസാക്ഷികളെ കോടതി കുറ്റവിമുക്തമാക്കും. ഈ കേസിലും പോലീസ് മാപ്പുസാക്ഷികളെ സൃഷ്ടിച്ചു. മുബീൻ ഷെയ്ഖ്, മൻസൂർ പീർഭായ് തുടങ്ങിയവർ ഇത്തരത്തിൽ തെളിവ് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി മാപ്പുസാക്ഷികളാക്കപ്പെട്ടവരാണ്. ഈ കേസിൽ കൂടുതൽ പേരെ അവർ മാപ്പുസാക്ഷികളാക്കിയിരുന്നു. പിന്നീട് അവരിൽ ചിലർ പിന്മാറി. അങ്ങനെ പിന്മാറിയവരെ അതിന്റെ പേരിലും ശിക്ഷിച്ചു. അഹമ്മദാബാദ് കേസിൽ ഇത്തരത്തിൽ 4 പേരെയാണ് കോടതി ശിക്ഷിച്ചത്. ഷിബിലിയെയും ഷാദുലിയെയും അഹമ്മദാബാദ് സ്ഫോടന കേസിൽ മാത്രമല്ല, ഹൂബ്ലി കോർട്ട് ബ്ലാസ്റ്റ് കേസിലും പാനായിക്കുളം കേസിലും വാഗമൺ സിമി ക്യാമ്പ് കേസിലും പ്രതി ചേർത്തു. മലേഗാവ് കേസിൽ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് ഒഴിവാക്കി. അഹമ്മദാബാദ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട പല മുൻ സിമി നേതാക്കന്മാരും ഇത്തരത്തിൽ പല കേസിലും പ്രതി ചേർക്കപ്പെട്ടവരാണ്. പ്രതികളിൽ പലരും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പ്രതികളാക്കപ്പെട്ടവരാണെന്നതാണ് മറ്റൊരു തമാശ. ഷിബിലിയെയും ഷാദുലിയെയും അഹമ്മദാബാദ് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ തടവ് ജീവിതം ആരംഭിച്ചിട്ട് 4 മാസം പിന്നിട്ടിരുന്നു. ആ കേസിലാണ് അവരെ പ്രതികളാക്കിയതും ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചതും. സിമി തടവുകാരാണ് ഇന്ത്യൻ ജയിലുകളിൽ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമാകുന്ന ഒരു വിഭാഗം. 2008 ജയിൽ ചാടി എന്നാരോപിച്ച് 8 പേരെ പോലീസ് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. കുറ്റകൃത്യ ശൃംഖലാ നിർമ്മാണം മുസ്ലിങ്ങൾ പ്രതികളാവുന്ന കേസിൽ മാത്രമല്ല, പിന്നീട് മാവോവാദി കേസുകളിലും ഉപയോഗിച്ചു. ഭീമ കൊറേഗാവ്, എഡ്ഗാർ പരിഷത്ത് കേസ് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കേസിൽ ഉൾപ്പെട്ടവരെ പിന്നീട് പല കേസുകളിലും പോലീസ് പ്രതിയാക്കുകയുണ്ടായി.